സല്യൂട്ട് സഹോദരരെ. പോലീസ് ഒരുപാട് പുരോഗമിച്ചു, എങ്കിലും മാറാത്ത, അതായത് കഴിഞ്ഞ 33 വർഷമായും അതിന് മുമ്പിലായും വേണമെങ്കിൽ മാറാതിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസിലുള്ള സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് 3-ാം മുറ. അതായത് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ നല്ലപോലെ ഉപദ്രവിക്കാറുണ്ട്. അത് ചിലപ്പോൾ കൺഫെഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു കുറ്റം ചെയ്തെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അത് പോലീസിന് മുമ്പിലുള്ള കുറ്റസമ്മതം കോടതിയിൽ അംഗീകരിക്കപ്പെടില്ല എങ്കിലും അതിൽ നിന്ന് എവിഡൻസ് കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മർദ്ദിക്കുന്നവരുണ്ട്. ചിലപ്പോ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ചിലരുടെ ജീവിതത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. ആ ഫ്രസ്ട്രേഷൻസ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള അടിയായിരിക്കാം. ഇല്ല, ഇങ്ങനെ ഗരുഡൻ തൂക്ക് നടത്തി ചിലപ്പോ ഗുഹ്യഭാഗങ്ങളിൽ പെപ്പർ സ്പ്രേ, മുളക് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് വളരെ ദാരുണമായ കണ്ടീഷനിൽ വരുന്നവരുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇതിനെതിരെ എത്ര റിപ്പോർട്ട് കൊടുത്താലും പലപ്പോഴും അത് ഒരു അന്വേഷണം ഉണ്ടാവുകയോ അതിനുള്ള തക്ക ശിക്ഷ പോലീസുകാർക്ക് കിട്ടുകയോ ചെയ്യാറില്ല. കാരണം ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ വരെ, വളരെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ വിശ്വസിക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലാതെ പോലീസിംഗ് കാര്യപ്രാപ്തിയോടുകൂടി നടത്താനാവില്ല എന്നുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള ഒരു സംഭവം ആദ്യമായി എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ ASP അണ്ടർ ട്രെയിനിങ് ആയിട്ടിരിക്കുമ്പോൾ SP-യുടെ മുന്നിൽ കുറ്റം സമ്മതിപ്പിക്കാനായിട്ടൊരു പ്രതിയെ കൊണ്ടുവന്നപ്പോൾ എന്നെയും വിളിച്ചിരുത്തി. കാരണം ഒരു വിവാദമായിട്ടുള്ള വളരെ വലിയ ഹൗസ് ബ്രേക്കിംഗ് ആൻഡ് തെഫ്റ്റ്, അത് വീട് കുത്തിത്തൊളിച്ചത് കയറി മോഷണം നടത്തിയ ഒരു പ്രതിയായിരുന്നു. അപ്പൊ അന്ന് വളരെ പ്രഗത്ഭനായ ഒരു DYSP ആയിരുന്നു സബ് ഡിവിഷനിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം പിന്നീട് SP ആയിട്ടൊക്കെയാണ് റിട്ടയർ ചെയ്തത്. അദ്ദേഹം വളരെ മാന്യനും വളരെ മൃദുഭാഷിയും ഒക്കെ ആയിരുന്ന ഒരു DYSP ആയിരുന്നു. SP-യുടെ മുമ്പിൽ വെച്ച് ഈ പ്രതിയെ കൊണ്ടുവന്നപ്പോൾ അയാൾ പരിഭ്രമിച്ചിട്ട് കൊണ്ട് അയാൾ പറയാൻ വിസമ്മതിച്ച് കുറച്ചു നേരം നിന്നപ്പോൾ ആ DYSP ആ പ്രതിക്കിട്ട് കൊടുത്ത ഒരു അടി, അതിന്റെ ഒച്ച ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. കാരണം ആ അടിയുടെ ശബ്ദം എന്ന് പറയുന്നത് അത്രയ്ക്കുണ്ടായിരുന്നു. അവന്റെ ശരീരത്തിന് എന്തെങ്കിലും ആഘാതം ഏറ്റോ, അവന്റെ നട്ടെല്ല് പൊടിഞ്ഞു പോയോ എന്നൊക്കെ തോന്നുന്നു പുതുകിലിട്ടായിരുന്നു ഒരു ഇടി കൊടുത്തത്. ഭയങ്കര കൂന്നൊരു ശബ്ദമായിരുന്നു. അവന്റെ അലർച്ചയൊക്കെ അതിന് മുങ്ങിപ്പോയി. അപ്പൊ ആ ഒരു അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി SP-യുടെ മുഖത്തോട്ട് നോക്കി. കാരണം SP-യുടെ മുമ്പിൽ വെച്ചിട്ടാണ് അത് താഴെയുള്ള ഒരു ഓഫീസറെ പ്രതിയെ മർദ്ദിക്കുന്നത്. അപ്പൊ ഞങ്ങള് ട്രെയിനിങ്ങിന്റെ സമയത്ത് അക്കാഡമിയിലും ഒക്കെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ 3-ാം മുറ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു തെറ്റാണ്. അത് ആരും അത് ചെയ്യരുത് എന്നൊക്കെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു IPS ഓഫീസറായ SP പക്ഷെ അത് കണ്ടിട്ട് അദ്ദേഹം വളരെ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി അത് അനുവദിച്ച മട്ടില് എന്നിട്ട് DYSP ചെയ്തതിൽ ഒരു തെറ്റും അദ്ദേഹം കണ്ടില്ല. അപ്പൊ എനിക്കും എതിർത്ത് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവനെ കൊണ്ട് പറയാനുള്ള DYSP മുമ്പിൽ പറഞ്ഞതൊക്കെ ആവർത്തിച്ച് പറയിപ്പിച്ചു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കണ്ടത്, മുഴുവൻ സ്റ്റേഷനിൽ ഒരു സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു. രാവിലെ അവർ എണീറ്റ പ്രഭാത കർമ്മങ്ങൾക്ക് പോകുന്ന വഴി സെന്ററിൽ നിന്ന് പോലീസുകാരുടെ തോക്ക് തട്ടിപ്പറിച്ചെടുത്ത് അതിന്റെ ബയണറ്റ് വയറിലേക്ക് കുത്തിക്കയറ്റി. അപ്പോ ആത്മഹത്യ ശ്രമമായിരുന്നു നടന്നത്. അപ്പൊ ആത്മഹത്യാ ശ്രമത്തിന് അവനെതിരെ വേറൊരു കേസുമായി. ആ പയ്യനോട് ഞാൻ സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ചെറിയ പയ്യനായിരുന്നു, കഷ്ടിച്ച് 17-18 വയസ്സ് പ്രായമുള്ള പയ്യനായിരുന്നു. പ്രായപൂർത്തിയായോന്ന് പോലും അറിയില്ല. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസുകാർ കൊണ്ടുവന്നിട്ട് ലോക്കപ്പ് ഇല്ലാത്തത് കൊണ്ട് പോലീസ് സ്റ്റേഷന്റെ ജനലില് കയ്യിൽ 2 വിലങ്ങ് വെച്ച് ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് രാത്രി മൊത്തം അവനെ അവിടെ ഇരുത്തി. അതിന്റെ കൂട്ടത്തിൽ അടിയും കൊടുത്തു അവര്. അപ്പൊ അത് അവന്റെ കൈ ഇത്രയും സാരം അനക്കാൻ വയ്യാത്ത വേദന, രാത്രി മുഴുവനും അവന് പെയിനായിട്ട് സഹി കെട്ടിട്ട് ഇനി എന്തിനും ജീവിച്ചിരിക്കണം എന്നുള്ള തോന്നൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലാണല്ലോ വരുന്നത്. പിറ്റേന്ന് രാവിലെ അവനെ വിലം കഴിച്ച് കൊണ്ടുവന്ന വഴിക്ക് അവന് പെട്ടെന്നൊരു തോന്നലുണ്ടായി, എനിക്ക് ചത്താൽ മതി തോന്നലുണ്ടായി. ബാലറ്റ് എടുത്ത് വെച്ച് കുത്തുകയായിരുന്നു ചെയ്തത്. വേറൊരു അവസരത്തിൽ വീണ്ടും ഒരു വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഇൻസ്പെക്ടർ ഒരു പ്രതിയെ കുറ്റസമ്മതം നടത്താനായിട്ട് വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ഞാൻ തടഞ്ഞിട്ടുണ്ട്. അത് അയാൾ തന്നെ പറഞ്ഞു, മാഡം വിഷമിക്കേണ്ട, ഇങ്ങനെ ചെയ്താലേ അത് ശരിയാവുള്ളൂ, പോലീസിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളത്. ആ ഓഫീസറും പിന്നീട് വളരെ പ്രഗത്ഭ മെഡലുകളൊക്കെ വാരിക്കൂട്ടി ഒരു SP ആയിട്ടൊക്കെയാണ് റിട്ടയർ ചെയ്ത് പോയത്. ഞാൻ വിശ്വസിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള 80% ഓഫീസേഴ്സും വളരെ നല്ലവരാണ്. ഇതൊന്നും അനുവദിക്കുന്നവരല്ല, അഴിമതിക്കാരല്ല, മാനസികമായ പരിഗണനയുള്ളവരാണ്, സത്യസന്ധമായി ജോലി ചെയ്യുന്നവരാണ്, ആത്മാർത്ഥമായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നൊക്കെയാണ് വിശ്വസിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ അതിൽ 20% താഴെയുള്ള ആൾക്കാര് ചില സാഹചര്യങ്ങൾ കൊണ്ട്
അവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. പോലീസിന്റെ അതിക്രമം അന്വേഷിക്കുന്നതിനും ഒക്കെ ആയിട്ട് വളരെയധികം കമ്മീഷനുകളും കമ്മിറ്റികളും അതോറിറ്റികളും ഉണ്ടെങ്കിൽ പോലും അവർക്കൊക്കെ ഒരു ഉപദേശക സ്ഥാനമേ ഉള്ളൂ. നടപടി എടുക്കേണ്ടത് ആരാണ്? അൾട്ടിമേറ്റ്ലി പോലീസ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഹോം ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ സർക്കാരോ തന്നെയാണ്. അപ്പൊ സർക്കാർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊക്കെ കൂടെ ചേർന്നല്ലേ സർക്കാർ. അപ്പൊ നമുക്ക് ആ ഒരു വിൽ പവർ ഇല്ലാന്നുണ്ടെങ്കിൽ അത് തുടർന്ന് പൊക്കോണ്ടിരിക്കും. പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതിക്കാരന് ഫേവറബിൾ ആയിട്ട് ഒരു പ്രതിയെ നമ്മൾ ഹരാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പോലീസിനെ കൊണ്ട് എന്ത് ഗുണം എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെയും വളരെ സമൂഹത്തിൽ തന്നെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ സമൂഹം ആഗ്രഹിക്കുന്നത് എന്താണോ അതനുസരിച്ചിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുക എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതാണോ നമുക്ക് വേണ്ടത്? നമ്മൾ ഈ ആരോരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവർക്ക് കാശിന്റെയോ ആൾബലത്തിന്റെയോ അല്ലെങ്കിൽ സ്വാധീനങ്ങളുടെയോ ഒരു പിൻബലം ഇല്ലാത്ത ഒരു വ്യക്തിയെ ആർക്കും എന്തും ചെയ്യാമോ? അത് നമ്മൾ അനുവദിച്ചു കൊടുക്കാമോ? ചിലപ്പോൾ ചോദിക്കും, ഈ ആൾ ഇതുപോലെ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടില്ലേ എന്ന് ചോദിക്കും. പക്ഷെ അതാവുമ്പോ ഒരാളെ ദ്രോഹിച്ച ഒരാളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവനെയും ദ്രോഹിക്കുക എന്നുള്ളത് പഴയ സമ്പ്രദായമല്ലേ? അത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള പണ്ടത്തെ രീതിയല്ലേ നമ്മൾ പിന്തുടരുന്നത്? സസ്നേഹം, ശ്രീലേഖ.